നിങ്ങൾ അറിഞ്ഞോ ഇന്ത്യയിൽ ഇപ്പോൾ കോമ്പാറ്റ് സ്മാർട്ട് ഫോണുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. വെറുതെ പറയുന്നതല്ല, കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന ടീം ഒരു സ്റ്റഡി തന്നെ നടത്തി. അതിലൊരു 80% എബോവ് ആൾക്കാർക്കും കോമ്പാറ്റ് ഫോണുകൾ വാങ്ങിക്കാൻ താല്പര്യം കൂടുതലാണ്. അതായത് S25 അൾട്രയല്ല, S25 എന്ന് പറയുന്ന ചെറിയ ഫോണാണ്. iPhone 16 Pro മാക്സ് അല്ല, 16 Pro ആണ്. അതുപോലെ OnePlusൻ്റെയും മിനി അല്ലെങ്കിൽ വിവോ S200 Pro എല്ലാത്തിൻ്റെയും മിനി കോമ്പാറ്റ് വെർഷനുകൾ വരാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സോ നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുമോ? അതായത് നിങ്ങൾക്കും ഈ സൈസ് കുറഞ്ഞ കോമ്പാക്ട് ഫോണുകളാണോ ഇഷ്ടം? എൻ്റെ കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ വലുപ്പം കൂടിയ ഫോൺ തന്നെയാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാനുള്ളത് കൊണ്ട്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ കോമ്പാക്ട് ഫോൺ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. ബട്ട് ഇപ്പോഴേക്കും എനിക്ക് വലുത് തന്നെയാണ് ഇഷ്ടം. ഇത് 6.7 ഇഞ്ചോളം വരുന്ന ഡിസ്പ്ലേ സൈസ് ഉണ്ട് എൻ്റെ ഫോണിന്. നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കോമ്പാക്റ്റ് ആണോ, അതായത് 6.2 ഇഞ്ചൊക്കെ സൈസ് വരുന്ന ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണോ അതോ വലുതാണോ? എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ടെക് ന്യൂസ് ആണ്. ആദ്യത്തെ വാർത്തയാണ് പറയുന്നത് കൗണ്ടർ പോയിന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ കോമ്പാക്ട് ഫോണുകൾക്ക് പ്രിയം ഏറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒരുപാട് കോമ്പാക്ട് ഫോണുകൾ വരുന്നുമുണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. എന്തായാലും അടുത്ത വാർത്ത എന്ന് പറയുന്നത് വിവോയുടെ S200 അൾട്ര കിടിലൻ ക്യാമറ ഫോൺ എന്ന രീതിയിൽ മുൻ വർഷങ്ങളിൽ പേരെടുത്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ അൾട്ര ഫോൺ. S200 അല്ലെങ്കിൽ ആ ഒരു സീരീസിൻ്റെ X സീരീസിൻ്റെ അതിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ S200 അൾട്ര. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറയും 200 മെഗാ പിക്സലിൻ്റെ ഒരു വലിയ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയില്ല. എന്തായാലും ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ട്, അത് അടിപൊളിയായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ താല്പര്യം? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ S200 അൾട്ര ഫോണിനെ കുറിച്ച്? മുമ്പ് വിവോയുടെ ഏതോ ഒരു ഇവൻറ്റിൽ അതിൻ്റെ ഈ അൾട്ര മോഡലിൻ്റെ ചില ക്യാമറ സാമ്പിൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അപാര ക്ലാരിറ്റി ഉള്ള സെറ്റപ്പാണ് ആ ഫോണിലുള്ളത്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. സോ ഇതും ഗംഭീരമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പറ്റിയാലൊന്ന് സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ക്യാമറ മാത്രമല്ല കേട്ടോ, 6000 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, അതേപോലെ തന്നെ 8 ലൈറ്റ് പ്രോസസ്സർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെയാണ് ആ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സംഭവം സെറ്റപ്പാണ്. നോക്കട്ടെ, കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ സംഘടിപ്പിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യും. പിന്നെ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മാധവ് സേത്ത് എന്താണ് ചെയ്യുന്ന ഒരു പിടികിട്ടുന്നില്ല. അതായത് റിയൽമി ഇത്രയും സെറ്റപ്പായി വന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡായി മാറിയതിൻ്റെ പിന്നിൽ മാധവ് സേത്തിൻ്റെ കൈകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ഹോണറിലേക്ക് മാറി. ഹോണറിൻ്റെ 4-5 ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ട് കഴിഞ്ഞ ദിവസം ട്വീറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു അറിയാം. ഹോണറിന് നന്നാവും, കാരണം അദ്ദേഹം അതിനുള്ളൊരു കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് അൽക്കാട്ടെലിൻ്റെ CEO ആയിട്ട് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. അൽക്കാട്ടെലിനെ ഇനി നയിക്കാൻ പോകുന്ന ഇദ്ദേഹമാണത്രേ. അതിങ്ങനെ അപ്പോൾ ഹോണറിൻ്റെ കാര്യമോ? ഹോണറിൽ നിന്ന് അദ്ദേഹം വിട്ടു പോന്നിട്ടൊന്നുമില്ല, അതിനെയും ഇദ്ദേഹം തന്നെയാണ് നയിക്കുന്നത്. സോ 2 കമ്പനികളുടെ CEO ഒരാൾ തന്നെ. ഈ ഫ്രീലാൻസുകാരെയൊക്കെ വെച്ച് പണിയെടുപ്പിക്കുന്ന പോലെ ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാർക്ക് വേണ്ടി ഒരു ഫ്രീലാൻസുകാരൻ വർക്ക് ചെയ്തെന്ന് വരും. അതുപോലെ ഇദ്ദേഹം ഈ CEO പരിപാടി ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. സംഗതി എന്തായാലും മോശമാവില്ല. കാരണം റിയൽമിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഹോണറായാലും അൽക്കാട്ടലായാലും ചിലപ്പോൾ തകർക്കും. ഇനി ഈ ബ്രാൻഡുകളിലൊക്കെ ഫോൺ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ചിലപ്പോൾ നല്ല വാല്യൂ ഫോർ മണി ഫോണുകളാവാം. ഇതിനിടയ്ക്ക് ഒരു നല്ല ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പോ K13, അതേപോലെ വിവോ T4 ഒക്കെ നമുക്കറിയാം. C10ൻ്റെ റീബ്രാൻഡ് വെർഷനാണ്, മറ്റൊരു വെർഷനാണ്, വിവോയുടെ വെർഷനാണ് T4. നിങ്ങൾക്ക് അവിടെ കാണാം അതിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ, ക്വാഡ് കർവ് ഡിസ്പ്ലേ, മൊത്തത്തിൽ നല്ല ഫോണാണ്. ഓപ്പോ K13 ഓപ്പോയുടെ ഫോണുകളിൽ വെച്ച് ഏറ്റവും നല്ല ഫോൺ തന്നെയാണ് ഓപ്പോ K13. നല്ല വാല്യൂ ഫോർ മണിയാണത്. സത്യത്തിൽ കഴിഞ്ഞ സമയങ്ങളിൽ കുറച്ചധികം ഫോണുകൾ ലോഞ്ച് ചെയ്തതൊക്കെ നല്ല ഫോണുകളായിരുന്നു. അത് വിവോ T4 ആയിക്കോട്ടെ, അതുപോലെ ഓപ്പോ K13 ആയിക്കോട്ടെ, സാംസങ്ങിൻ്റെ M56 ആയിക്കോട്ടെ, IQ C10 ആയിക്കോട്ടെ, C10 X ആയിക്കോട്ടെ, ഈ കഴിഞ്ഞ സമയങ്ങളിൽ ലോഞ്ച് ചെയ്ത ഫോണുകൾ, ഇൻഫിനിക്സിൻ്റെ 50X, നോട്ട് 50X അതായിക്കോട്ടെ, എല്ലാം അതാത് വിലയ്ക്ക് നല്ല ഓൾ റൗണ്ടർ വാല്യൂ ഫോർ മണി ഫോണുകളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കമൻറ്റിൽ ഒരു T4ൻ്റെ ആണെന്നോ വീടിക്ക് താഴെ, അതോ ഓപ്പോയുടെ ആണോ, ഓപ്പോ K13ൻ്റെ ആണോ താഴെ, ഇദ്ദേഹത്തിന് എല്ലാ ഫോണുകളും നല്ലത്, കഴിഞ്ഞ ഫോണുകളൊക്കെ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ ഫോണുകളെല്ലാം നല്ല ഫോണുകളായിരുന്നു, ഇൻക്ലൂഡിങ് സാംസങ്ങിൻ്റെ M56 അടക്കം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഫോണുകൾ, വീഡിയോ ചെയ്ത എല്ലാ ഫോണുകളും തന്നെയും അതാത് പ്രൈസിന് വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ വന്ന ഓൾ റൗണ്ടർ ഫോണുകളായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും പറയാറില്ല എൻ്റെ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ഫോൺ എടുക്കുമെന്ന്. നിങ്ങൾ മറ്റുള്ള ചാനൽ നോക്കിക്കോളൂ, മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ അനുഭവത്തിൽ ഈ പറഞ്ഞ എല്ലാ ഫോണുകളും തന്നെയും നല്ല ഫോണുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്. മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മോശമെന്ന് തന്നെ നമ്മൾ പറയും. ഇത് നല്ലതായത് കൊണ്ടാണ് നമ്മൾ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്. കോമ്പറ്റീഷൻ ലെവൽ അത്രയും ടൈറ്റായി കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. എല്ലാ ബ്രാൻഡുകളും നല്ല ഫോൺ ഇറക്കി മാർക്കറ്റ് പിടിക്കാൻ ശ്രമിക്കുക. അത് അത്ര തന്നെ ഗുണം ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സിനാണ്. എല്ലാ ബ്രാൻഡുകളും, നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഫോൺ എടുത്താലും നല്ല വാല്യൂ ഫോർ മണി ഫോൺ കിട്ടുമെന്നുള്ള അവസ്ഥ വരികയാണ്. അതൊരു നല്ല ഘടകമാണ്. അതൊരിക്കലും നമ്മുടെ ഒരു നെഗറ്റീവായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലാണ് ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫോണുകൾ ഏതെങ്കിലും ഒരു ഫോൺ മോശമാണെങ്കിൽ അത് മോശമാണ് പ്രധാനപ്പെട്ടത്, അങ്ങനെയല്ല ബ്രോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞോളൂ. അപ്പോൾ കാണുന്നവർക്കും കൂടി മനസ്സിലാവുമല്ലോ. ജസ്റ്റ് വെറുതെ വന്നിട്ട് ഇയാൾക്കെല്ലാം നല്ലതാ എന്ന് മാത്രം കമൻറ്റ് ഇട്ടിട്ട് പോയാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാര്യകാരണ സഹിതം കമൻറ്റ് ചെയ്തോളൂ, കാണുന്നവർക്ക് ഉപകാരപ്പെടും. സോ എന്നെ സംബന്ധിച്ച് നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഈ ഫോണുകളൊക്കെ നല്ലതെന്ന് പറഞ്ഞത്.
ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓപ്പോ K30ൻ്റെയും വിവോ T4ൻ്റെയും M56ൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല ഫോണുകളാണ്. ഐക്കണിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് CMF ഫോൺ 2 Pro വരാൻ പോവാണ്. 2 Pro 2ഉം 2 Proയും രണ്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 Proയുടെ ഇമേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഡുവൽ ടോൺ കളർ, Dimensity 7300 പ്രോസസ്സർ. അത് വലിയ അപ്ഗ്രേഡ് ഒന്നുമല്ല, എങ്കിലും ആ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് Dimensity 7300 പ്രോസസ്സർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു നല്ല ക്യാമറ ഫോൺ കൂടിയാണെന്ന രീതിയിലാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. എന്തായാലും 20,000 താഴെയായിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ്. നല്ല വാല്യൂ ഫോർ മണി ഫോൺ ആയിരുന്നു CMF ഫോൺ 1. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണുകളും, ഫോൺ 2ഉം ഫോൺ 2 Proയും നല്ല വാല്യൂ ഫോർ മണി ഫോണുകളാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാക്സിമം അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ ഓൺ ടൈമിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. CMF നത്തിങ് ഫോണുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. വീഡിയോ വരുന്നത്. ഇനി അടുത്തൊരു ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് ജിയോ, എയർടെൽ, അതേപോലെ VI ഇതിൻ്റെയൊക്കെ കസ്റ്റമേഴ്സ്, നമ്മളെല്ലാവരും ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ കസ്റ്റമർ ആയിരിക്കും എന്നറിയാം. ഞാൻ എയർടെൽ ജിയോ ഒക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ബാഡ് ന്യൂസ് ഇതാണ്. ഡിസംബറോട് കൂടി ഇവർ വീണ്ടും അടുത്ത ഒരു പ്രൈസ് ഹൈക്കിന് തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് അനാലിസിസുകളുടെ ഒരു റിപ്പോർട്ട്. അതായത് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവന്മാരൊരു ഗസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഡിസംബറോട് കൂടി അടുത്ത പ്രൈസ് ഹൈക്ക് വരുന്നുണ്ടെന്നാണ്. താരിഫുകളൊക്കെ കൂടും എന്നുള്ളതാണ്. ഡാറ്റ ചാർജ് കൂടും. എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കാം. ഓൾ ഓവർ ദ വേൾഡ് നോക്കിയാൽ ഇന്ത്യ വളരെ ലാഭകരമായ രീതിയിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് സംവിധാനങ്ങളുള്ളൊരു രാജ്യമാണ്. സോ അതുകൊണ്ട് നഷ്ടം വരില്ല നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഉള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വില കൂടാനാണ് പോകുന്നത്. ഒന്ന് അറിഞ്ഞിരുന്നോളൂ ഡിസംബർ ആകുമ്പോഴേക്കും. ഇതാരും ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളതല്ല, ചില അനലിസ്റ്റുകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ചില സൂചനകൾ തരുന്നതാണ് ഡിസംബർ ആകുമ്പോഴേക്കും ഒരു പ്രൈസ് ഹൈ. ഇനി അടുത്തൊരു കാര്യം, IQ C10 ടർബോ വരുന്നുണ്ട്. അതിൻ്റെ കുറേയധികം ഇമേജുകൾ കാണുന്നുണ്ട്. അത് ചൈന ലോഞ്ചാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് വരുമെന്നാണ് കേൾക്കുന്നത്. അടിപൊളി പ്രോസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് ഇത് വരും. കാരണം 8S Gen 4 എന്ന പ്രോസർ ഇറങ്ങിയപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന ആദ്യ ഫോൺ ഇതാണെന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ടർബോയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. കിടക്കും സെറ്റപ്പ് ആയിരിക്കും. IQൻ്റെ ഫോണല്ലേ, നല്ല വാല്യൂ ഫോർ മണി, നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാൻ സാധിക്കും. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് വന്ന് കേൾക്കുന്നത് ക്ലൂ ലീ, അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു പ്ലാറ്റ്ഫോം. ഇവർ വേറെ ഒന്നുമല്ല ചെയ്ത് ചീറ്റിങ്ങിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. 52 മില്യൺ എന്തോ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളിലും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ എക്സാം എഴുതാൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ അവിടെ സ്ക്രീനിൽ കാണും. ഈ ആപ്പ് സ്ക്രീനിൽ കാണില്ല, ഇത് ബ്രൗസറിൽ ഹിഡൻ ആയിട്ടിരുന്നോളും. ആൻസർ നമുക്ക് അവിടെ തന്നെ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ അവിടെ നിന്ന് വായിക്കണമെങ്കിൽ നമുക്ക് സ്ക്രീൻ നോക്കി തന്നെ വായിച്ച് പറയാവുന്നതാണ്. അപ്പുറം നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അവരറിയില്ല എന്നാണ് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും ആ ഇൻ്റർവ്യൂവിന് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഏത് തരത്തിൽ മറുപടി പറയണം എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്യാമറയെ നോക്കി നമ്മളിങ്ങനെ വർത്താനം പറയുന്ന പോലെ ഇരിക്കാം. അവിടെ തന്നെ ഡിസ്പ്ലേയിൽ ആൻസറുകൾ തെളിഞ്ഞ് വരും. നമുക്ക് അതനുസരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാം. സോ മൊത്തത്തിൽ ഒന്നാന്തരമായിട്ട് ഓൺലൈൻ എക്സാമോ അതേപോലെ ഓൺലൈൻ ഇൻ്റർവ്യൂ എന്ത് തന്നെയായാലും ചീറ്റിങ്ങിലൂടെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഭയങ്കര സപ്പോർട്ടാണ് ഇവർക്ക് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചീറ്റിങ്ങിനൊക്കെ ഇത്രയും സപ്പോർട്ടാണ്. എന്തെങ്കിലും ആവട്ടെ, സംഭവം ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് വിവരങ്ങളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം യൂസ് ആവുന്നുള്ളത് നമുക്കറിയില്ല. അതൊന്നും വേണ്ടെന്നേ, നേരെ വഴിക്ക് നേടുന്നതാണ് നിലനിൽക്കുള്ളൂ എന്നുള്ളതൊക്കെയാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ വേണം. ഇനി അടുത്തൊരു വാർത്ത, ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ് ആപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം എഡിറ്റ് ആപ്പിലിട്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കി ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എഡിറ്റിങ്ങിന് വേണ്ടി വേറെ ആപ്പ് ഒന്നും തപ്പി നടക്കേണ്ട. ഇൻസ്റ്റാഗ്രാം സ്വന്തം ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, നിങ്ങൾ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് അടുത്തൊരു ബ്രാൻഡ് കൂടി അവരുടെ പ്രൊഡക്ഷൻ, അതായത് ആപ്പിളൊക്കെ അവരുടെ യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പിക്സൽ, ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളും അൽഫാബറ്റിക് ടീം ഇന്ത്യയിലേക്ക് മാറ്റുന്നു. സോ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വാർത്തയാണ്. ഇനി അവസാനത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് റിയൽമി GT7 GT6T നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എന്താണ് മിസ്സാക്കിയെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ GT7 നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. GT7 ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് ഇന്ത്യയിൽ. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിരുന്നോളൂ. ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. സോ അത്രയും അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ കൂടുതൽ ടെക്നോളജി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വയ്ക്കാം. വീണ്ടും ഒരു വീഡിയോ കാണാം.